ഹലോ, വെൽക്കം ടു ഈസി മാത്സ്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാത്സിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് എടുത്തു വരുമായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എൽ സി എം ആണ് പഠിക്കുന്നത് കേട്ടോ. അടുത്ത ക്ലാസ് HCF പഠിക്കാം. നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് പഠിച്ചു വരാം. അപ്പം നമ്മൾ എൽ സി എം അല്ലെങ്കിൽ മലയാളത്തിൽ ലെസാഗോ എന്ന് പറയും. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ കൂടുതൽ ഡെഫിനേഷൻ വേണ്ടതിന് 2 വീഡിയോസ് ആയിട്ടാണ് ഇടാൻ പതിവ്. പക്ഷെ നമുക്ക് എൽ സി എം എന്ന് പറയുന്നതിന്റെ മലയാളം പദം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ലെസാഗോ? ഓക്കെ. അപ്പൊ നമ്മളോട് ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഞാൻ എന്താണ് എൽ സി എം എന്ന് ആദ്യം ഒന്ന് ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനേഷനോട് ചേർത്തൊന്ന് പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ഈ എൽ സി എം അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസിലെ കോമൺ ആയിട്ട് വരുന്നതിലെ ചെറുത്, 2 നമ്പേഴ്സ് 3 നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസിലെ ചെറുത്. ഞാൻ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. നമ്മളോട് ഇപ്പൊ ചോദിക്കുവാണ് 2,4 ചെറുത് കേട്ടോ. അതിന്റെ LCM ഫൈൻഡ് LCM ഫൈൻഡ് LCM ഓഫ് ആരൊക്കെയാണ്? 2,4. LCM ഓഫ് 2,4 എടുക്കാൻ നമ്മളോട് പറയുവാണ്. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? നമുക്ക് മലയാളത്തിൽ ചോദിച്ചാൽ 2,4ന്റെ ലെസാഗു എന്ന് ചോദിച്ചെന്ന് കരുതുക. അപ്പൊ ഞാൻ ആദ്യം ഡെഫിനേഷൻ ആണ് പറയുന്നത്. കണ്ടുപിടിക്കുന്ന രീതികൾ പലതുണ്ട്, അതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്ത് പോകാം കേട്ടോ. അപ്പം നമുക്ക് ഈ 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. 2ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 2 × 1 2, 2 × 2 4, 2 × 3 6, അടുത്ത 8, അടുത്ത 10, 12, 14, 16, 18 ഇങ്ങനെ പോകും. 2ന്റെ മൾട്ടിപ്പിൾസ്. 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 4ന്റെ ടേബിളിലുള്ളവർ എഴുതുക. 4 × 1 4, 4 × 2 8, 4 × 3 12, 16, 20, 24 എക്സെട്ര ടേബിളിലുള്ളവരെയായിട്ട് എഴുതിയേ. എന്നിട്ട് നമ്മളുടെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ നമ്മൾ 2 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവർക്ക് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ഉണ്ടാവും. അതായത് ഈ 2ന്റെ 4ന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിയാൽ ഇവിടെ 4 കോമൺ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിലുള്ളത് കേട്ടോ. 8ഉം ഇവിടെ കോമൺ ആണ്. പിന്നെ കോമൺ വരുന്ന ഏതാണ്? 12 കോമൺ ആണ്. 16 രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്. ഇങ്ങനെ കോമൺ കുറെ എണ്ണം ഉണ്ടാവും. അങ്ങനെ കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറുത് ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 4. കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറുത് 4. അപ്പൊ 2ന്റെയും 4ന്റെയും LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. അതാണ് നമ്മുടെ LCMന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ല, നമ്മൾ ആദ്യം ഡിവിഷൻ മെത്തേഡാണ് പഠിക്കുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട് LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഡിവിഷൻ മെത്തേഡ് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് 2ന്റെയും 4ന്റെയും LCM വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 2, 4 എന്ന് പറയുന്ന നമ്പേഴ്സിന് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇനി നോക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പ്രൈം നമ്പേഴ്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ മെത്തേഡിലെല്ലാം യൂസ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. 2, 3, 5, 7, 11, 13 ഇങ്ങനെയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് പോകുന്നത്. അപ്പൊ നമ്മള് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ഇവിടെ ചെയ്യാൻ. അപ്പൊ ഈ 2നെയും 4നെയും ഡിവൈഡ് ചെയ്യുന്ന, ഇത് ഒരെണ്ണത്തിന് മാത്രം ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാണിച്ചു തരാം ഞാൻ. ഇപ്പൊ 2നെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുവാണ്. 2നെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രൈം നമ്പർ ആണുള്ളത്? 2. അപ്പൊ 2 എണ്ണത്തിനെ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണിച്ചു തരാം. 2 എടുക്കുന്നു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഓക്കെ. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 2 കിടപ്പുണ്ട്. ഈ 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ ഈ 2നെ നമ്മൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ 2 ഇവിടെ കൊടുക്കും. അപ്പൊ ഡൗട്ട് തോന്നാം, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാളെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1നെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LCM മെത്തേഡ് ഇങ്ങനെയാണ്. LCM കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ 1നെ നമ്മൾ ഇങ്ങനെ ഇറക്കി എഴുതിയാൽ മതി. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഉത്തരം എഴുതുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അയാൾ വെറുതെ ഇറക്കി എഴുതുക കേട്ടോ. അപ്പൊ നമ്മൾ 1നെ വെറുതെ ഇറക്കി എഴുതി, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഓക്കെ. ഇനി LCM കിട്ടാൻ വേണ്ടി ഇങ്ങനെ L പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 × 1 × 1. അപ്പൊ ഞാനിത് ഇച്ചിരി കൂടി സിമ്പിൾ ആയിട്ട് വേറെ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ അപ്പൊ ചിലർക്ക് കൺഫ്യൂഷൻ തോന്നുന്നതുകൊണ്ടാണ് ഈ ഫുള്ളി തീർത്ത് 1 എത്തിച്ചേക്കുന്നത്. അല്ലാതെ കണ്ടുപിടിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4. ഇങ്ങനെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരത്തില്ല. 2 × 2 4 ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. വേറെ 2 നമ്പേഴ്സ് LCM നോക്കാം. നമുക്ക് 8ന്റെയും 24ന്റെയും LCM വേണമായിരുന്നു കരുതുക. അപ്പൊ നമ്മൾ 8നെ ഇവിടെ ഇങ്ങനെ എഴുതുന്നു.
24 ഇവിടെ എഴുതുന്നു. ഓക്കെ, 8 24 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 വരും. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 വരും. ഇനി പിന്നെ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരും. 12 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 വരും. പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും. ഇനി 3നെയും 1നെയും നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1നെ ചെയ്യത്തില്ല കേട്ടോ. 1നെ ചെയ്യാൻ പറ്റത്തില്ല. 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1നെ ഇറക്കി എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഈ 1 വരുമ്പോ ഈ 3 പ്രൈം ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 1നെ അതുപോലെ ഇറക്കി എഴുതി. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. അപ്പൊ എൽസിയം കണ്ടുപിടിക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ 2 × 2 × 2 × 3 × 1 × 1. അപ്പം 8 × 3 എന്ന് പറയുമ്പോൾ 24. അതാണ് എൽസിയം. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ ചോദിക്കുന്നത് 14ന്റെയും 22ന്റെയും എൽസിയം ആയിരുന്നു കരുതുക. 22ന്റെയും എൽസിയം കണ്ടുപിടിക്കാനാണെങ്കിൽ 14 എടുക്കുന്നു, 22 എടുക്കുന്നു. 2 പേരെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 7 11 വന്നു. അപ്പൊ നമുക്ക് 7 ഉണ്ട്, 11 ഉണ്ട്. അപ്പൊ ഇത് 7ഉം 11 കൊണ്ട് നിർത്തുന്നവരുണ്ട്. കാരണം 2 പ്രൈം കിട്ടി ഇങ്ങനെ നിർത്താം. അപ്പൊ ചിലപ്പം ഇവിടെ 7ഉം 14 ഒക്കെയാ വരുന്നെങ്കിൽ അപ്പൊ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ 1 1 തന്നെ എത്തിക്കുന്നതാണ് കൺഫ്യൂഷൻ തീരാൻ വേണ്ടി നല്ലത്. അപ്പൊ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 11നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യത്തില്ലാത്തതുകൊണ്ട് 11നെ ഇറക്കി എഴുതണം. മനസ്സിലായോ? 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1, 11നെ ഇറക്കി എഴുതി. ഇനി 11 കൊടുക്കുന്നു. 11ഉം 7ഉം ഒക്കെ പ്രൈം ആട്ടോ. 1, 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ 7ഉം 11 വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം 2ഉം പ്രൈമാണ് ഇങ്ങനെ വരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് നിർത്തിയാൽ മതി, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇത് ഇവിടുന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. പക്ഷെ ഇത് കംപ്ലീറ്റ് നമ്മൾ നല്ല നീറ്റായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. കാരണം CBSE കുട്ടികളൊക്കെ കൂടുതലും ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡാണ്. 2 × 7 × 11. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 14 × 11 വരും. അപ്പം 154 എന്ന് ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എൽസിയം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കൊരു 3 നമ്പർ എടുത്തൊരു എൽസിയം കൂടി കണ്ടുപിടിച്ച് നോക്കാം. സപ്പോസ് നമ്മളോട് ഇപ്പം ചോദിക്കാൻ പോകുന്നത് എൽസിയം ഓഫ് നമ്മളിപ്പം 4ന്റെയും 25ന്റെയും 30ന്റെയും എൽസിയം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം 4 എടുത്തു. 4ന്റെയും ജസ്റ്റ് വായിച്ചിട്ട് എഴുതാം കേട്ടോ. നമ്മളോട് 4ന്റെയും 25ന്റെയും 30ന്റെയും എൽസിയം ചോദിച്ചു. അപ്പൊ നമുക്ക് 2 എടുക്കുന്നു. ഈ 2 എടുത്തു കഴിഞ്ഞാൽ 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല 2 കൊണ്ട്, അല്ലേ? പ്രശ്നമില്ല, 25നെ അതുപോലെ ഇറക്കി എഴുതിയാൽ മതി. ബാക്കിയുള്ളവരെ ഡിവൈഡ് ചെയ്യാം. ആ റൂള് പറഞ്ഞ അതുപോലെ തന്നെ ചെയ്താൽ മതി. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 25നെ അതുപോലെ തന്നെ ഇറക്കി എഴുതി. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. ഇനി നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് ചെയ്യാൻ നിൽക്കാം. നമുക്ക് ഈ 25നെയും 15നെയും എത്ര കൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. അപ്പൊ 5 എടുക്കുന്നു. അപ്പൊ 2നെ പറ്റത്തില്ലാത്തതുകൊണ്ട് 2നെ ഇറക്കി എഴുതി. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഓക്കെ, നമുക്ക് ഇങ്ങനെ 3 എണ്ണവും പ്രൈം നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പ്രൈം ആണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം. ഇനി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും ചുമ്മാ ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ താഴെ എഴുതാം. പക്ഷെ നമുക്ക് ഡിവൈഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഡിവൈഡ് ചെയ്ത് എഴുതി കാണിക്കാം. 2 എടുക്കുന്നു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 5നെ 3നെ ഇറക്കി എഴുതി. ഇനി 5 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ 1നെ ഇറക്കി എഴുതി. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 3നെ ഇറക്കി എഴുതി. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 ഇറക്കി എഴുതി. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഞാൻ പറഞ്ഞത് ഈ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. ഈ 3 പേര് തന്നെയാണ് ഇവിടെ കിടക്കുന്ന 3 പേര്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും മതിയായിരുന്നു. പിന്നെ അങ്ങനെ ഡൗട്ട് അടിക്കണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തേക്കാം. അപ്പൊ പിന്നെ ഒരിക്കലും തെറ്റിപ്പോത്തില്ല. അപ്പൊ ഈ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇങ്ങനെ 2 × 5 × 2 × 5 × 3 കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? നമുക്ക് ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 10 × 3 എന്ന് വരും. അപ്പൊ ആൻസർ 300 എന്ന് വരും. 300. ഈ 111ൽ എത്തിച്ചാലുള്ള ഗുണം നമുക്ക് തെറ്റിപ്പോത്തില്ല. അല്ലാതെ മറ്റേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് നല്ല പോലെ തറവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 8ന്റെയും 10ന്റെയും 16ന്റെയും എൽസിയം അല്ലെങ്കിൽ ലസാഗു ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എഴുതാം. 8ഉം 10ഉം 16ഉം എഴുതുന്നു. 2 എടുക്കുന്നു. 4, 5, 8. 2 എടുക്കുന്നു. 2, 5നെ അതുപോലെ ഇറക്കി. 4,
കണ്ടോ, ഇങ്ങനെ വരുമ്പോഴാണ് ഈ പ്രൈം നമ്പർ വരുമ്പോൾ നിർത്തുക എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 എടുക്കുന്നു, 1, 5നെ അതുപോലെ ഇറക്കി എഴുതി, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 2. പിന്നെ നമുക്ക് 5 എടുക്കാം, 1നെ ഇറക്കി എഴുതി, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1, 2നെ ഇറക്കി എഴുതി, 2 കൊടുക്കുന്നു, 1, 1, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എല്ലാം പ്രൈമാ വരുന്നെങ്കിൽ നിർത്തിയിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താലും മതി. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്പെടുന്നത് നമുക്ക് ഇങ്ങനത്തെ മെത്തേഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ചെയ്യണമെന്നില്ല കേട്ടോ. അവസാനത്തത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 16, 16 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 80 എന്ന് വരും. 80. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എൽസിയം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ വേറെ മെത്തേഡ് ഉണ്ട്, എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പൊ പോകുന്ന വീഡിയോസിലും PSCയിലെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ മെത്തേഡ്സും മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ HCF ഡിസ്കസ് ചെയ്യണം. എൽസിയും HCFും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ എൽസിയമും HCFും കണ്ടുപിടിക്കാനുള്ള വേറെ മെത്തേഡ്സും പറഞ്ഞുതരാം. അപ്പൊ ബേസ് കയറി വരുന്ന കുട്ടികൾക്ക് എല്ലാം കൂടി ഒരു ദിവസം പഠിക്കാതെ നമുക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോവാം. അത് ഒട്ടും അറിയത്തില്ലാത്തവർ ഉദ്ദേശമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആദ്യം. അപ്പൊ അതുകൊണ്ട് പോകെ ബാക്കി മെത്തേഡ്സ് എല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്നോടൊപ്പം ഫോളോ ചെയ്ത് വരിക. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക. ഓക്കെ, ബൈ.